എന്ന് വിചാരിച്ചു. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കാലത്ത് ഖജനാവിൽ പണം കുറവായിരുന്നു. ഇതൊരു കഥയാണ്, എത്രത്തോളം ശരിയുണ്ടെന്ന്. കാരണം ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. കുറച്ചു പേർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞാനത് പറയാം. അപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഖജനാവിൽ പണം കുറഞ്ഞപ്പോൾ, കാലിയായെന്ന് പറയുമ്പോൾ കുറഞ്ഞപ്പോൾ രാമയ്യൻ ദളവയെ വിളിച്ചിട്ട് പറഞ്ഞു, ദളവ ഉണ്ടല്ലോ, ദിവാനും ദളവയൊക്കെ ഉള്ള കാലമാണ്, വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരു കുമ്പളങ്ങയാണെന്ന് പറയുന്നു, മത്തങ്ങയാണോ കുമ്പളങ്ങയാണോ, ഒരു കുമ്പളങ്ങ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മുറിക്കാനും പാടില്ല, കീറാനും പാടില്ല, പക്ഷെ ഇതിനകത്തുള്ള കുരു എടുത്തുകൊണ്ട് വരികയും വേണമെന്ന് പറഞ്ഞു. അപ്പൊ രാജകൽപ്പനയാണ്, മുറിക്കാനും ഒക്കില്ല, കീറാനും ഒക്കില്ല, കുരു എടുക്കുകയും വേണം. അപ്പൊ ദളവ, രാമയ്യൻ ദളവ ആകെ പ്രാന്തായി. പക്ഷെ പ്രാന്തായെങ്കിലും അറിയാം, രാജാവൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ദ്വന്ദ്വാർത്ഥം, ഗുരുക്കന്മാരും രാജാക്കന്മാരും ആചാര്യന്മാരും തന്ത്രിയൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ദ്വന്ദ്വ അർത്ഥം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് രാജാവ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, എനിക്ക് 2 ദിവസം സമയം തരണമെന്ന് ദളവ ആവശ്യപ്പെടുകയും അങ്ങനെ 2 ദിവസം സമയം കൊണ്ടുപോയി അദ്ദേഹം അത് ഒരാഴ്ച സമയം ചോദിച്ചു. 2 ദിവസത്തിൽ ഒരാഴ്ച സമയം ചോദിച്ചു. അദ്ദേഹം ഒരാഴ്ച ഈ കുമ്പളങ്ങ സൂക്ഷിക്കാനും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, രാമയ്യൻ ദളവ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു വിളംബരം കൊടുത്തു. രാജാവിന്റെ അനുവാദത്തോടു കൂടി ഒരു വിളംബരം കൊടുത്തു. രാജകൊട്ടാരത്തിൽ നിന്ന് വിവിധങ്ങളായ സ്ഥാനങ്ങൾ, കണ്ഠരരു, പിന്നെ അതുപോലെ തന്നെ ഉണ്ണിത്താൻ, വാര്യര്, കുറുപ്പ് തുടങ്ങിയ സ്ഥാനമാനങ്ങളുണ്ട്. അന്നത്തെ സമ്പന്ന വിഭാഗത്തിനൊക്കെ ഇതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. പണിക്കർ വിഭാഗമൊക്കെ അങ്ങനെ വന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ സ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി വലിയൊരു വിളംബരം നടത്തിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പണവുമായി വന്നു. അപ്പൊ പണവുമായി വന്നവർക്കെല്ലാം സ്ഥാനം കൊടുത്തു. അപ്പൊ സ്ഥാനം കൊടുത്ത് ഖജനാവ് നിറച്ചു. ഇതിനകത്ത് വേറൊരു കഥ കേൾക്കുന്നത്, എന്നെ ഇന്നലെ വിളിച്ചിരുന്ന ആളിന്റെ പിതാവ്, അച്ഛൻ കണ്ഠരരു എന്നുണ്ട്, 2 കണ്ഠരരു ഉണ്ട് അതിനകത്ത്. അപ്പൊ കണ്ഠരരു എന്ന് വരുന്നതിന് വേണ്ടി ഇരട്ടിപ്പണം കൊടുത്തു എന്നാണ്. അപ്പൊ അങ്ങനെ ധാരാളം പണം കൊടുത്തുകൊണ്ടാണ് കണ്ഠരരു എന്ന ഇത് വന്ന്. അപ്പൊ പണക്കിഴി കൊടുത്തപ്പോൾ പിന്നെ ഈ ഒരു വളരെ കൃത്യമായി ധാരാളം പണം ഖജനാവ് നിറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ കഥ. പക്ഷേ അപ്പൊ എന്നിട്ട് ഖജനാവ് നിറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് രാജാവ് വിളിച്ച് ദളവയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ അന്ന് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ പറഞ്ഞു, എനിക്കിത് മനസ്സിലായി,